താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണേ. ഹോ, വെറുതെ പറഞ്ഞത് തന്നെ മിച്ചം. അവർക്കൊന്നും അതൊരു കാര്യമായിട്ട് തോന്നുന്നതേയില്ല. ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? ആരെന്നോ? നിങ്ങൾ തന്നെ. എപ്പോഴെന്നോ? നിങ്ങളൊരു വലിയ പ്രശ്നത്തിലായപ്പോൾ അതിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി സഹായം അന്വേഷിച്ച് നിങ്ങളുടെ അടുത്ത സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ അല്ലെങ്കിൽ സഹായിക്കുവാൻ കഴിവുള്ള ഒരാളിൻ്റെ അടുക്കൽ കടന്നു പോയപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഓർമ്മയില്ലേ? അതെ, ഭയങ്കര പ്രശ്നമാണ്, കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ അവർ വീട്ടിൽ വന്നിരിക്കുമെന്നാണ് പറയുന്നത്, കടം വാങ്ങിച്ച പൈസ. അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. അപ്പോൾ അപ്പുറത്തുനിന്നുണ്ടാകുന്ന മറുപടി, അയ്യോ ഇവിടെ അതിലും വലിയ കഷ്ടമാണ്. നമുക്കറിയാം, അവർ വിചാരിച്ചാൽ നമ്മളെ സഹായിക്കാൻ കഴിയും, ഈ കടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, ഉറപ്പുള്ളതുകൊണ്ടാണ് പെയ്യത്. അല്ലാതെ വഴിയെ പോകുന്ന പിച്ചക്കാരൻ്റെ അടുത്ത് നമ്മളാരും നമ്മുടെ ദാരിദ്ര്യം പറഞ്ഞ് പോകാറില്ലല്ലോ. ഉണ്ട്, പക്ഷേ നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മളായിരിക്കുന്ന വിഷയത്തിൻ്റെ സീരിയസ്നെസ് ഉൾക്കൊണ്ട് നമ്മെ സഹായിക്കുവാൻ അവർ തയ്യാറാകത്തില്ല. നമ്മൾ ഇത്ര തന്നെ സീരിയസ് ആയിട്ട് നമ്മളായിരിക്കുന്ന വിഷയത്തിൻ്റെ ഭീകരത അറിയിച്ചാലും അപ്പുറത്ത് നിന്ന് ഇതുപോലെയൊക്കെ തന്നെ ഒരു നിസ്സംഗതയായിരിക്കും. അപ്പോൾ പറഞ്ഞ കാര്യമാണ്, പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താണെന്നറിയാമോ? വിഷയം നിങ്ങളുടേതാണ്, അവർക്കതൊരു വാർത്ത മാത്രമാണ്. നിങ്ങൾക്കത് കണ്ണുനീരാണ്, നിരാശയാണ്, നിന്ദയാണ്, അപമാനമാണ്. പക്ഷെ ഇതൊക്കെ അറിയുന്നത് അവർക്കൊരു വാർത്തയാണ്. എങ്കിലും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലേ? അങ്ങനെ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ ആവശ്യത്തെ സ്വന്തം ആവശ്യമായി കണ്ട് അതിനൊരു പരിഹാരം വരുത്തുന്ന ഒരു സുഹൃത്ത്, ഒരു സഹായകൻ, ഒരു ബന്ധു നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു നല്ല സഹായകനെ കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയാൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നു. അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരുടെ ചില വിഷയങ്ങൾ നിങ്ങൾ ഒത്തിരി പേരോട് പങ്കുവച്ചു, സഹായം അഭ്യർത്ഥിച്ചു, പക്ഷെ ആരും അതൊരു സീരിയസ് ഇഷ്യൂ ആയി കണ്ടില്ല. അതെ, അങ്ങനെയുള്ള നിങ്ങളുടെ മാത്രമായിരിക്കുന്ന ഭയപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന വിഷയത്തെ ഏറ്റെടുത്ത് യേശു തീർപ്പ് വരുത്തുവാൻ പോവുക. യെസ്, അതിനായി തന്നെ പ്രാർത്ഥനയോടെ കടന്നു വന്നാട്ടെ ചിലതിന് ഇന്നൊരു തീർപ്പുണ്ടാകുക, ചിലതിന് ഇന്നൊരു പരിഹാരമുണ്ടാകുക. ആമേൻ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ നിലത്തു വീണു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. കൊടിയ പീഡയും ഉപദ്രവവും ശൗലിൻ്റെയും യഹൂദ മതാനുസാരികളുടെയും നേതൃത്വത്തിൽ അനുഭവിച്ചായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ശിഷ്യന്മാരായിരിക്കുന്ന ദൈവജനവും അനുഭവിക്കുന്ന സമയം. അപ്പോൾ വലിയ കഷ്ടത, വലിയ പ്രതിസന്ധി, മരണമാണ് മുൻപിൽ എപ്പോഴും ഉള്ളത്. പുറത്തിറങ്ങുന്നവർ തിരിച്ചു വരുമോ എന്ന ഉറപ്പില്ലാത്ത സമയം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവജനം സ്വാഭാവികമായിട്ടും അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി എന്തു ചെയ്യും? സഹായം അഭ്യർത്ഥിക്കും. അപ്പോൾ മാനുഷികമായി അവർ മനുഷ്യരായതുകൊണ്ട് മനുഷ്യരോട് തന്നെ ആദ്യം സഹായം അഭ്യർത്ഥിച്ചു കാണണം. നമ്മളും പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലേ, അത് പറഞ്ഞല്ലേ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ സഹായം അഭ്യർത്ഥിക്കുന്നത് പോലെ അവരും സഹായം അഭ്യർത്ഥിച്ചു കാണണം. കിട്ടാതെ വന്നതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും? ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കും. അപ്പോൾ ദൈവത്തോടുള്ള സഹായ അഭ്യർത്ഥനയാണ് പ്രാർത്ഥന. കർത്താവേ, ഇനി ഈ ഉപദ്രവം സഹിച്ച് മുമ്പോട്ട് പോകാൻ വയ്യ. ശൗല് വല്ലാതെ ആളാവുകയാണ്. ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നാൽ ശരിയാവത്തില്ല, ഞങ്ങൾ സഹിച്ചു മടുത്തിരിക്കുന്നു. ഒത്തിരി പേർ കൊല്ലപ്പെട്ടു, ഒത്തിരി പേർ ദിനം പ്രതി ഉപദ്രവിക്കപ്പെടുന്നുണ്ട്, പിടിച്ചു കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, പെർസിക്യൂഷൻ ക്യാമ്പുകളിലിട്ട് വല്ലാതെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് ചിത്രവധം ചെയ്ത് കൊല്ലുന്നു. അപ്പോൾ ഇനി ഈ സ്ഥിതി തുടർന്നാൽ ക്രിസ്ത്യാനികളെന്ന് പറയുവാൻ ആരും കാണത്തില്ല. അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്യണം. സഹായം അഭ്യർത്ഥിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ മാനുഷികമായിട്ട് നമ്മൾ പലരോടും സഹായം അഭ്യർത്ഥിക്കുന്നത് പോലെയാണ് ആ സഹായം യേശുവും കേട്ടാൽ എങ്ങനെയായിരിക്കും? അതൊരു ഭാവനയാണ്. ഒന്ന് ചിന്തിച്ചേ. യേശു എന്തായാലും സഹായനാണല്ലോ, യേശുവിന് വേണ്ടിയാണല്ലോ ഈ ജനം കഷ്ടത അനുഭവിക്കുന്നത്. അപ്പോൾ യേശു ചോദിക്കാൻ വേണ്ടി വരും. ശൗലിനെ തൊടുന്നു, ശൗലിനോട് ചോദിക്കുന്നു, ശൗലേ ശൗലേ നീ ഈ കാണിക്കുന്നത് ശുദ്ധ പരിപാടിയാണ്, എൻ്റെ ആൾക്കാരാണ് അവർ, ഇനി മേലാൽ അവരെ നീ തൊട്ടുപോകരുത്, ഇതോടെ നിർത്തിക്കൊള്ളണം, ഇതോടെ ഒരു അവസാനം വെച്ചോളൂ, അതാണ് നിനക്ക് നല്ലത് അല്ലേ? അപ്പോൾ ഏറ്റവും നന്നായി നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ, നമ്മെ സഹായിക്കണമെന്ന മനസ്സോടെ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ ഇങ്ങനെയായിരിക്കും ഇടപെടുന്നത്. എന്നാൽ നോക്കിയേ, ഞാൻ പറഞ്ഞു നല്ല സഹായകൻ, നമ്മുടെ ആവശ്യത്തെ സ്വന്തം ആവശ്യം പോലെ കണ്ട് അതിന് തീർപ്പുണ്ടാക്കുന്നവൻ. അവൻ പറയുകയാണ്, ശൗലേ ശൗലേ നീ എന്നെ തൊടുന്നതെന്ത്? ഓ താങ്ക് ഗോഡ്, നീ എന്നെ തൊടുന്നതെന്ത്?
അപ്പൊ ശൗല് ചോദിക്കുക, നീ ആരാകുന്നു കർത്താവേ? ഞാൻ തൊട്ടിട്ടുള്ളവരൊക്കെ എനിക്കറിയാം, പക്ഷേ നീ ആരാകുന്നു? ഞാൻ നിന്നെ തൊട്ടിട്ടില്ലല്ലോ. കർത്താവ് പറയും, നീ അവരെ തൊട്ടത് അവരെയാ, പക്ഷെ കൊണ്ടത് എനിക്കായി. അതേ പ്രിയരെ, ഭക്തന്റെ പ്രശ്നം അവൻ്റേതല്ല, കർത്താവിൻ്റെ പ്രശ്നമാണ്. അതേ, ഈ സമയം എന്നെ കേൾക്കുന്ന നിങ്ങൾ വല്ലാതെ വേദനയോടെ ഭാരത്തോടെ ചുമന്ന് നടക്കുന്ന ആ പ്രശ്നങ്ങളുണ്ടല്ലോ, കഷ്ടതയും കണ്ണുനീരും നിരാശയും വേദനയും മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന, പലരെയും സമീപിച്ചിട്ടും ഒരു സഹായം കിട്ടാത്ത, പലരും പരിഹസിക്കുകയും പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ആ ഭാരമുള്ള പ്രശ്നങ്ങൾ, അതേ കർത്താവ് പറയുക, അതെൻ്റെ പ്രശ്നമാണ് യേശുവിൻ നാമത്തിൽ. സഹോദര, നീ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന ആ പ്രശ്നം എൻ്റെ യേശുവിൻ്റെതാ. അവൻ അതിന് പരിഹാരം വരുത്തുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. വളരെ നാളുകളായി അതിനകത്ത് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുക. നീ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നുണ്ട്, എന്നാൽ എതിർവശത്ത് ഒരു വലിയ കൂട്ടം നിനക്ക് വിരോധമായി നിന്നെ പുറത്താക്കുവാൻ, നിനക്ക് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ, നീ അനുഭവിക്കേണ്ട ശമ്പള വർധന അനുഭവിക്കുവാൻ, അതേ നീ അനുഭവിക്കേണ്ട പലതും അവിടെ അനുഭവിക്കുവാൻ വേണ്ടി നിന്നെ പുറത്താക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ, അതേ ആ ശത്രുവിനോട് എൻ്റെ കർത്താവിന് ഇന്ന് പറയുവാനുണ്ട്, അവൻ ഉപദ്രവിക്കുന്നത് നിന്നെയല്ല, എൻ്റെ കർത്താവിനെ. ആ ശത്രുവിനെ യേശു തൊടുകയാണ് യേശുവിൻ നാമത്തിൽ. കുതിരപ്പുറത്തേറി നടന്നവൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ മൂക്കം കുത്തി വീണതുപോലെ നിന്റെ ശത്രു വീഴുക. നിനക്ക് വിരോധമായി നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ കൊന്നു മുടിക്കുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കി ഗൂഢാലോചന നടത്തി ആളെ കൂട്ടി നടക്കുന്ന ആ ശത്രു നിന്റെ കൺമുമ്പിൽ അവൻ മൂക്കും കുത്തി വീഴുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. കാരണം നീ എപ്പോൾ കർത്താവിന്റെ അടുക്കൽ സഹായത്തിനായി കടന്നു ചെല്ലുന്നുവോ അപ്പോൾ മുതൽ ആ ശത്രു നിന്റെ അല്ല, യേശുവിൻ്റെ. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. ആ ശത്രു ഉയർത്തുന്ന പ്രശ്നത്തിന് പരിഹാരം വരികയാണ്. ആമേൻ. ഏത് ശൗലാണോ സഭയെ ഉപദ്രവിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടത്, അതേ ശൗൽ തന്നെ ആ സഭയെ ശക്തിപ്പെടുത്തുന്ന, സഭയെ വളർത്തുന്ന പൗലോസായി മാറുന്ന ട്വിസ്റ്റ്. ഓ താങ്ക് ഗോഡ്. കർത്താവിൻ്റെ പ്രശ്നമായ ആ പ്രശ്നം മാറിയപ്പോൾ, അപ്പോൾ നമ്മളായിട്ട് പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും അതൊക്കെ നടന്നിട്ടുണ്ട്. നമുക്കെതിരെ ചിലർ ആളെ കൂട്ടി, ഇന്നലകൾ നമ്മൾ അതിലും വലിയ ആളെ നമുക്കൊപ്പം കൂട്ടി, നമ്മെ പിടിച്ച് പുറത്ത് കളയുവാൻ നിന്നവരെ നമ്മൾ പിടിച്ച് പുറത്ത് കളഞ്ഞു. അവൻ കണ്ണുനീരോടെ ഓടിപ്പോകുന്നത് കണ്ടു, നമ്മൾ സന്തോഷിച്ചു, ഇല്ലേ? അത് നമ്മുടെ വിഷയം നമ്മൾ തന്നെ തീർക്കാൻ പോയപ്പോഴാ. പക്ഷെ കർത്താവ് ഭക്തന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയപ്പോൾ അവൻ സഭയെ പണിയുവാൻ തുടങ്ങി. ഓ സ്തോത്രം. മുടിച്ചു കളയുവാൻ ഇറങ്ങി വന്നവൻ പണിയുവാനായിട്ട് തുടങ്ങി യേശുവിൻ നാമത്തിൽ. നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നവൻ നിങ്ങൾക്ക് അനുകൂലമായെന്നല്ല, നിങ്ങൾക്ക് സഹായിയായി മാറുവാൻ പോകുക. അതേ, ആ ജോലി സ്ഥലത്ത് നിന്നെ പുറത്താക്കുവാൻ നിൽക്കുന്നവൻ തന്നെ നിന്റെ സഹായിയായി മാറുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. ഇന്ന് നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന, ഇന്നലകളിൽ നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾക്കൊപ്പം നിന്ന ചിലർ വിരോധമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഭാരത്തോടെ ആയിരിക്കുക. ഏറ്റവും വേണ്ടപ്പെട്ടവർ, ഏറ്റവും പ്രിയപ്പെട്ടവർ, എൻ്റെ പ്രാണസ്നേഹിതൻ എന്ന് ദാവീദ് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നവർ, നിന്നോടുള്ള ദൂത, സഹോദര സഹോദരി, ആ വിദേശ രാജ്യത്ത് നീ കടന്നുപോയ നാൾ മുതൽ നിനക്കൊപ്പം നിന്നവൻ ഇന്ന് നിന്റെ ശത്രുവായി മാറിയിരിക്കുന്നു. അതേ, അവൻ പിന്നെയും മിത്രമായി മാറുവാൻ പോകുക. നീ വളരുവാൻ തക്കവണ്ണം അവൻ ഇറങ്ങി ചെയ്യുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. നിന്റെ ശത്രു നിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പലതും ചെയ്യുവാൻ പോകുക. നിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പലതും ചെയ്യുവാൻ പോകുക. നീ എന്താഗ്രഹിച്ച് ആ ജോലി സ്ഥലത്തേക്ക് കടന്നുപോയോ അതൊക്കെ നേടിയെടുക്കുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ ആ ശത്രു, ഇന്നത്തെ നിന്റെ ശത്രു നിനക്ക് വേണ്ടി പലതും ചെയ്യുവാൻ പോകുക. ചില ശൗലുമാർ ചിലരുടെ ജീവിതത്തിൽ പൗലോസായി മടങ്ങി വരുവാൻ പോകുക. യെസ്, ശൗലായി ഉപദ്രവിച്ചു നിന്നവർ പൗലോസായി സപ്പോർട്ട് ചെയ്യുവാൻ പോകുക. മാതാവേ പിതാവേ, നിന്റെ തലമുറകളെ കുറിച്ച് തന്നെ ശൗലായി മാറിക്കഴിഞ്ഞു. അയ്യോ, ഭയമാണ് തലമുറകളെ കുറിച്ച് പറയുമ്പോൾ. അയ്യോ, എനിക്കിങ്ങനെ തലതിരിഞ്ഞ സന്താനങ്ങൾ ജനിച്ചുവല്ലോ, ഉപദ്രവം മാത്രമേ ഉള്ളൂ. എന്തു സ്വപ്നം കണ്ടതാ? എൻ്റെ മക്കൾ വളർന്നു വരുമ്പോൾ എനിക്ക് താങ്ങും തണലും ആശ്വാസവുമായിരിക്കും. എന്നിട്ട് എന്താ സംഭവിച്ചേ? ഇന്ന് അവരെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് മുഴുവനും മോശം കാര്യങ്ങളാ. നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, തലകുനിച്ച് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. നല്ലതൊന്നും ആരും പറയുന്നില്ല. അതേ, ഉപദ്രവിക്കുന്നവരായി മാറിയിരിക്കുന്നു. മക്കളെ കാണുമ്പോൾ പേടിയോടെ മാറി നിൽക്കുന്ന, മുറിക്കകത്തിരുന്ന് കരയുന്ന മാതാവേ, നിന്നോട് തന്നെ നിന്നെ ഉപദ്രവിക്കുവാൻ കൈയോങ്ങുന്ന ആ തലമുറ, പിതാവെ, അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നീ മാറി നിൽക്കുകയാ. ഉള്ളിൽ പേടിയാ. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞാൽ, എൻ്റെ ചെക്കനോട് ഞാൻ, ഇനി നീ കൈ ഉയർത്തരുത്, ഇനി നിന്റെ അമ്മയോട് നീ അങ്ങനെ സംസാരിക്കരുത്, നീ ഇനി എന്നോട് അങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ അവൻ തല്ലിയാലോ എന്ന് പേടിച്ച്
പേടിയോടെ ആയിരിക്കുന്ന പിതാവേ, നിന്നോട് തന്നെ നിന്നെ ഉപദ്രവിക്കുവാൻ തക്കവണ്ണം മാറിയ നിന്റെ തലമുറയെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാക്കി എൻ്റെ യേശു മാറ്റുക. ഇന്ന് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായ നിന്റെ തലമുറയെ എൻ്റെ യേശു മാറ്റുക. ആ പ്രശ്നം ഇനി നിന്റേതല്ല, എൻ്റെ യേശുവിൻ്റെതാ. അവനെ തൊടുവാൻ പോവുക. യെസ്, ആമേൻ. കുടിച്ച് മതിച്ച് കൂട്ടുകെട്ട് കൂടി നടക്കുന്ന നിന്റെ തലമുറയെ തന്നെ എൻ്റെ യേശു തൊടുകയാ, വീഴുക. ആമേൻ. താങ്ക് ഗോഡ്. കരയണ്ട, നിനക്ക് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് നടത്തുവാൻ തക്കവണ്ണം അവൻ വീഴുക. ആമേൻ. ഇനിയും നിനക്ക് ജോലിയുണ്ട് നിന്റെ മക്കളുടെ ജീവിതത്തിൽ ചെയ്ത് പൂർത്തിയാക്കുവാൻ. അവർക്ക് മനസ്സിലാകുന്നില്ല, അവരുടെ തലയിൽ കയറുന്നില്ല. എൻ്റെ അമ്മയും അപ്പനും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. പല പിള്ളേരും വിചാരിക്കുന്നത്, മുതിർന്ന പിള്ളേരെ കുറിച്ചാണ് പറഞ്ഞത്, അവരിന്നായിരിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് കുട്ടയിൽ കെട്ടി ഇറക്കിയതെന്നാ. ഓ സ്തോത്രം. അവരിന്നായിരിക്കുന്നത് പോലെ അവരാക്കി മാറ്റുവാൻ നീ പെട്ട കഷ്ടം, നീ ഒഴുക്കിയ കണ്ണുനീർ, നീ വേണ്ടെന്ന് വെച്ച നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവർ തിരിച്ചറിയുവാൻ പോകുക. എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ വേദനിപ്പിക്കുന്ന ദൂതല്ല, നിന്റെ വില അവർ മനസ്സിലാക്കുന്ന ദൂത കൺമുമ്പിൽ വീഴുവാൻ പോവുക. സ്തോത്രം. അവനെ കൈ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ഒരു അനന്യാസിനെ കർത്താവ് ഒരുക്കി നിർത്തിയിരുന്നത് പോലെ നിന്നെ ഒരുക്കി നിർത്തിയിരിക്കുക. വീഴുന്ന നിന്റെ തലമുറയെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്ക്. അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. ആ പ്രശ്നം തലമുറകൾ മുഖാന്തരം നീ ഭാരത്തോടെ ആയിരിക്കുന്ന ആ പ്രശ്നം അതിന് നിന്റേതല്ല, എൻ്റെ യേശുവിൻ്റെ പ്രശ്നമാണ്. ആമേൻ. നീ പ്രാർത്ഥിക്കുന്നവളായതുകൊണ്ട്, നീ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവളായതുകൊണ്ട്, മാതാവേ, പിതാവേ, അതിന് നിങ്ങളുടെ പ്രശ്നമല്ല. അതേ സഹോദരി, അതിന് നിന്റെ പ്രശ്നമല്ല, എൻ്റെ യേശുവിൻ്റെ പ്രശ്നമാണ്. ആമേൻ. നിനക്ക് വിരോധമായി നിന്നെ കൊന്നു മുടിക്കുവാൻ, തകർത്ത് കളയുവാൻ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഭവനത്തിലേക്ക് കടന്നു വരുന്ന നിന്റെ ഭർത്താവ് കഴിഞ്ഞ നാളുകളിൽ സ്നേഹിക്കുവാനും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒപ്പം ചേർത്ത് നിർത്തുവാനും നീട്ടിയ കരങ്ങൾ ഇന്ന് നിന്നെ വേദനിപ്പിക്കാനായി മാറിയിരിക്കുന്നു. സ്നേഹത്തോടെ നിന്നോട് സംസാരിക്കുവാൻ തുറന്ന വായ് മോശം വാക്കുകൾ പറയുവാനും തെറി പറയുവാനുമായി തുറക്കുന്നു. വല്ലാതെ ഭാരത്തിൽ, വല്ലാതെ വേദനയിലായിരിക്കുക. കേൾക്ക്, നിന്നോട് തന്നെ എൻ്റെ യേശു അവനെ സന്ദർശിക്കുക. ഇല്ല, ഇനി ഒരിക്കലും എൻ്റെ ഭർത്താവ് മാറത്തില്ല, അവനിനി ഒരിക്കലും എന്നെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല, എന്നെ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. അതേ, അവനെ മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഒത്തിരി പേരുടെ അടുക്കൽ സഹായത്തിനായി കടന്നുപോയില്ലേ? എൻ്റെ ഭർത്താവിനൊരു മാറ്റം വരുവാൻ, എൻ്റെ ഭർത്താവ് പിന്നെയും എന്നെ പഴയതുപോലെ സ്നേഹിക്കുവാൻ, എന്നെ മനസ്സിലാക്കുവാൻ പലരുടെയും കാൽക്കൽ വീണ് കരഞ്ഞില്ലേ? അവർക്കാർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാതിരുന്ന സ്ഥാനത്ത്, അല്ലെങ്കിൽ ചെയ്യുവാൻ കഴിവുള്ളവർ തന്നെ മനഃപൂർവ്വം മാറി നിന്ന സ്ഥാനത്ത് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി നിന്റെ ഭർത്താവിനെ തൊടുകയാണ്. ആ ശൗൽ പൗലോസായി മാറുകയാണ്. നിനക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ, നിന്റെ സന്തോഷങ്ങൾക്ക് പൂർത്തീകരണം വരുത്തുവാൻ തക്കവണ്ണം, നിന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം വരുത്തുവാൻ തക്കവണ്ണം, നിന്റെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാക്കുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവ് നിനക്കൊപ്പം ചേർന്ന് നിൽക്കുക. സഹോദര, നിന്റെ ഭാര്യ നിനക്കൊപ്പം ചേർന്ന് നിൽക്കുക. അനേകരുടെ അടുത്ത് പറഞ്ഞു, പലരുടെയും അടുക്കൽ പറഞ്ഞു, പലരുടെയും കാല് പിടിച്ചു, എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യയോട് സംസാരിക്കുക, അവളുടെ വീട്ടുകാരോട് സംസാരിക്കുക. ഭാര്യയുടെ വീട്ടുകാരോട് സംസാരിച്ചു, കൂട്ടുകാരോട് സംസാരിച്ചു, ബന്ധുക്കളോട് സംസാരിച്ചു. ആരും നിനക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ചെയ്യുവാൻ കഴിവുള്ളവർ നിസ്സംഗതയോടെ മാറി നിൽക്കുന്നു. വെറുപ്പോടെ നിന്നെക്കുറിച്ച് ഇല്ലാത്തതും ഉള്ളതും പറഞ്ഞ് ചിരിക്കുന്നു. അതേ, എൻ്റെ യേശു നിന്റെ ഭാര്യയെ തൊടുകയാണ്. ആമേൻ. നിന്റെ സന്തോഷത്തിന്, നിന്റെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിന് താങ്ങും തണലുമായി പിന്നെയും അവൾ കടന്നു വരുവാൻ പോകുക. ആ ശൗൽ പൗലോസായി മാറുക യേശുവിൻ നാമത്തിൽ. നിങ്ങളുടെ കുടുംബജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന ചില ശൗലുമാർ പുറത്തുനിന്നുള്ളവരല്ല, അകത്തുള്ളവർ തന്നെയാണ്. ആമേൻ. ഈ തള്ള ഒന്ന് ചത്തിരുന്നെങ്കിൽ പറയല്ലേ. അത് നീ തീർപ്പുണ്ടാക്കാൻ പോകുമ്പോഴാ. എൻ്റെ കർത്താവ് തീർപ്പുണ്ടാക്കുമ്പോൾ അവൾ നിന്റെ അമ്മയായി മാറുവാൻ പോകുക, നിന്റെ അമ്മായി അമ്മയായി. ആമേൻ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്തോ. നിന്റെ അമ്മയായി മാറുവാൻ പോകുക. ആ ഭവനത്തിനകത്ത്, നീ ചെന്ന് കയറിയ ഭവനത്തിനകത്ത് നിനക്കൊരു അമ്മ ഉണ്ടാകുവാൻ പോകുക. ആമേൻ. ആ കടം ഇനി നിങ്ങളുടേതല്ല, എൻ്റെ യേശുവിൻ്റെതാ. അത് നല്ലവണ്ണം തീർക്കുവാൻ അവനറിയാം. ആമേൻ. ഈ കടമെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പേടിയാ. പൈസയുടെ കാര്യം ദൈവദാസന്മാരുടെ വായിൽ നിന്നെങ്ങാനും വന്നാൽ പോയില്ലേ. എന്തെല്ലാം കേൾക്കണം. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 24-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ശിഷ്യനായ പത്രോസ് കടന്നു വരിക. ശിഷ്യൻ
ഗുരുവിനോട് പറയുക, യേശുവേ, ഒരു ദ്വിദ്രഹ്മ പണത്തിൻ്റെ കണക്ക് വെളിയിൽ കേൾക്കുന്നുണ്ട്. നീയേ കരം കൊടുത്തിട്ടില്ല, കൊടുക്കണമെന്നാ കരം പിരിവുകാരൊക്കെ പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഇത് പത്രോസ് കൈന്നിട്ട് പറഞ്ഞതായിരിക്കണം. കാരണം പത്രോസിന് നികുതി കൊടുക്കേണ്ടതുണ്ട്, ഒരു ദ്വിദ്രഹ്മ പണം വേണം. യേശുവിൻ്റെ അടുത്ത് ഈ കരം പിരിവുകാർ ചോദിക്കത്തില്ല. കാരണം അവരൊരു കാരണം കണ്ടെത്താൻ വേണ്ടി നടക്കുക, എങ്ങനെ യേശുവിനിട്ട് പണി കൊടുക്കുക. അപ്പോൾ ഇതൊരു കാരണമായി കിട്ടാൻ വേണ്ടി മാറി നടന്നു കളയും. ഇനി എങ്ങനെ വിളിച്ചു കൊടുത്താലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ പത്രോസിനോട് ചോദിക്കും. പത്രോസിനോട് ചോദിച്ചു. അപ്പോൾ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുക, യേശുവേ, നീ കരം കൊടുത്തിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്, ഒരു കരക്കമ്പ് കേൾക്കുന്നുണ്ട്. അപ്പോൾ യേശു എന്താ പറയുന്നത്? പന്ന പിശാചേ. നേരത്തെ യേശു പത്രോസിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. നീ ഇങ്ങനെ ഒരുത്തനായിപ്പോയല്ലോടാ, മഹാഭാവി, മുടിഞ്ഞവനെ, കാലമാടാ, ദ്രോഹി. പണത്തിന്റെ കാര്യം എന്നോട് പറയുന്നു. പണത്തെക്കുറിച്ച് മിണ്ടി പോരുത്. ഓക്കെ, അങ്ങനെയാണോ യേശു പറഞ്ഞത്? അങ്ങനെ പറയുന്ന യേശുവിനെ ഇന്ന് പലർക്കും ഇഷ്ടവും പലർക്കും അറിയാവുന്നുള്ളത്. പക്ഷെ യേശു പറയുക, നിന്റെ കയ്യിൽ ചൂണ്ടയുണ്ടല്ലോ, എടുത്തോണ്ട് പോയിട്. നിനക്ക് ആദ്യം കിട്ടുന്ന മീനിന്റെ വായ്ക്കകത്ത് നിനക്കും എന്നോട് അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും വേണ്ടത് ഞാൻ കരുതിയിട്ടുണ്ട്. ആ കടം തീരുവാൻ വേണ്ടത് യേശു കരുതിയിട്ടുണ്ട്. ഓ താങ്ക് ഗോഡ്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുവാൻ കഴിയുന്നുണ്ട്? ആ ബാധ്യത തീർക്കുവാൻ വേണ്ടത് നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടാകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. ആ കടത്തിൽ നിന്ന് പുറത്തു വരുവാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടത്, ആമേൻ, ചെക്കാണോ കൊടുത്തിട്ടുള്ളത്? അത് ബൗൺസ് ആവാതിരിക്കുവാൻ നിന്റെ അക്കൗണ്ടിൽ തന്നെ വരിക യേശുവിൻ നാമത്തിൽ. ആമേൻ. അക്കൗണ്ടിലാതായിരുന്നേ. ഈ സൂം മീറ്റിംഗ് ഒക്കെ ഒത്തിരി ഉണ്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത്. ശുശ്രൂഷയ്ക്ക് നേരത്തെയൊക്കെ പോകുമ്പോൾ കയ്യില കവറിനകത്ത് മടക്കി വെച്ച് സ്തോത്രം കാഴ്ച തരും. നമ്മൾ പ്രാർത്ഥിച്ച് വാങ്ങി പണമാ തരുന്നേ, നമ്മുടെ ആവശ്യങ്ങൾക്ക് എടുക്കും. ഇപ്പോൾ സൂമില ഗൂഗിൾ പേ നമ്പർ ചോദിക്കും, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ചോദിക്കും. അക്കൗണ്ടിലാണ് വരുന്നേ. അപ്പോൾ അക്കൗണ്ടിൽ വരുന്നത് കൊണ്ട് അയ്യോ ദൈവം തന്നതല്ലെന്ന് പറഞ്ഞ് എടുത്ത് കളയുമോ? എങ്കിൽ പട്ടിണി കിടന്ന് ചത്തേനെ. നിന്റെ ആവശ്യം അറിയുന്ന കർത്താവ്. നീ ആവശ്യക്കാരനാണോ? കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്ക്. ആമേൻ. അതിനി നിന്റെ ആവശ്യമല്ല. ആ കടം നിന്റെ അല്ല, എൻ്റെ യേശുവിൻ്റെ. അതിൽ നിന്ന് യേശു നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. അതേ ആ രോഗം മുഖാന്തരം നീ അനുഭവിക്കുന്ന വേദന, അതിന് നിന്റെ അല്ല. യേശു കാൽവരി ക്രൂശിൽ ആ വേദന അനുഭവിക്കുക, അടിപ്പിണറിനാൽ. ഓ താങ്ക് ഗോഡ് മേൻ. നിന്റെ വേദന യേശു അനുഭവിക്കുക. എന്തിനാ? നിനക്ക് സൗഖ്യത്തിന് വേണ്ടി. ഇപ്പോൾ സൗഖ്യമാകാം. ആമേൻ. അപ്പോ വല്ലവരുടെയും പ്രശ്നമായിട്ടല്ല, സ്വന്തം പ്രശ്നമായിട്ട്. ഇത് യേശുവിൻ്റെ പ്രശ്നമാണ്. നീ ഇന്ന് ഫേസ് ചെയ്യുന്ന സകല പ്രശ്നങ്ങളും നീ ഭക്തനായതുകൊണ്ട്, നീ വിശ്വാസി ആയതുകൊണ്ട് അത് യേശുവിൻ്റെ പ്രശ്നമാണ്. ഇവിടെയും ചില തർക്കവാദികളൊക്കെ കടന്നു വരും. ഇനി അത് പൗലോസുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ ദൈവദാസനെ? അങ്ങനെയൊക്കെ നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയാണോ? സഖരിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുക, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. ഒന്ന് തൊട്ടു നോക്കണം. കണ്ണിനകത്തെ ഒരു പൊടി വീണിരുന്നത് കൊണ്ട് കടക്കാരായി തീർന്നവർ പ്രൈസർ ഫാമിലിക്കൊപ്പം നിന്ന് പ്രാർത്ഥിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുക. നല്ലൊരു പൊടി വീണാൽ അപ്പോഴാ തൊടുന്നേ. കർത്താവ് പറയുക, നീ തൊടുന്നത് സഹോദര, നിന്റെ ശത്രുവിനോട് എൻ്റെ കർത്താവ് പറയുക, നീ തൊടുന്നത് അവനെയല്ല, എൻ്റെ കൺമണിയാണ്. ഓ ആമേൻ. അതാ ദൈവജനത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്നേ. ദൈവം കുഴപ്പക്കാരനായതുകൊണ്ടല്ല, തൻ്റെ ജനത്തിൻ്റെ കാര്യത്തിൽ, തൻ്റെ ഭക്തൻ്റെ കാര്യത്തിൽ ദൈവം സ്വാർത്ഥന. ഓ താങ്ക് ഗോഡ്. നിനക്കൊരു ദൈവമുണ്ട്. അവൻ നിൻ്റെ കാര്യത്തിൽ സ്വാർത്ഥന. അവൻ നിന്നെ ആരുടെ മുമ്പിലും വിട്ടുകൊടുക്കത്തില്ല. അവൻ നിന്നെ ആരുടെ മുമ്പിലും തലകുനിക്കുവാൻ അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടത് എന്താണോ, നിൻ്റെ ആവശ്യമെന്നതിനേക്കാൾ അവൻ്റെ ആവശ്യമായി കണ്ട് എൻ്റെ കർത്താവ് അത് നിറവേറ്റും. അതേ, നിന്നെ ഉയർത്തി കർത്താവ് തൻ്റെ നാമം മഹത്വപ്പെടുത്തും. അതേ, ഇതിനി നിൻ്റെ വിഷയമല്ല സഹോദര സഹോദരി. നീ ഇന്ന് കരയുന്ന ആ പ്രശ്നങ്ങൾ ഇനി നിൻ്റേതല്ല, എൻ്റെ യേശുവിൻ്റേതാ. അതിന് അവൻ പരിഹാരം വരുത്തും. തൊടേണ്ടവരെ തൊട്ട്, മാറ്റേണ്ടവരെ മാറ്റി,
തരേണ്ടത് തന്ന് നിന്റെ പ്രശ്നങ്ങൾക്ക് എൻ്റെ യേശു പരിഹാരം വരുത്തും. അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അതിനവന് പരിഹാരം വരുത്തുവാൻ കഴിയും. അത് തന്നെയാണ് ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ലോകത്തിലേക്ക് നോക്കരുത്, മനുഷ്യൻ പറയുന്നത് കേട്ട് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. പിശാച് പലപ്പോഴും തന്ത്രശാലിയാണ്. നമുക്ക് വേണ്ടാത്ത തർക്കങ്ങളിലേക്ക്, നമുക്ക് വേണ്ടാത്ത വാദങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകും. നമ്മുടെ വിശ്വാസത്തെ കവരും. നിങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തരുത്. അതെ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. നിങ്ങൾ പ്രാപിക്കുന്നവരും അതെ മാനിക്കപ്പെടുന്നവരുമായി മാറട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും ചെയ്യും. ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഏത് വിഷയത്തിന് മധ്യത്തിലായിരുന്നാലും നിങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കൂടെയുണ്ട്. കാരണം ഞങ്ങളുടെ കർത്താവിന് നിങ്ങളായിരിക്കുന്ന ഏത് വിഷയത്തിനും പരിഹാരം വരുത്തുവാൻ കഴിയും. എന്താ കണ്ണടച്ചോ? വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല സമയം അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജോലി സംബന്ധമായി ഭാരപ്പെട്ട് നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്നവർ, ഭവനങ്ങൾക്കകത്ത് നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതെ തലമുറകളെ പഠിപ്പിക്കുവാൻ കഴിയുന്നില്ല, ലോൺ അടയ്ക്കുവാൻ കഴിയുന്നില്ല, കടത്തിനുമേൽ കടം കയറി നിരാശയോടെ ആയിരിക്കുന്നവരുടെ കരങ്ങളിലേക്ക് സ്തോത്രം നന്മ കടന്നു വരട്ടെ. അവർ അധ്വാനിച്ച് അവർ പ്രാപിക്കുവാൻ തക്കവണ്ണം അവർക്ക് മുമ്പിൽ വഴികൾ തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പുതിയ ജോലികൾ ലഭിക്കട്ടെ. ജോലികൾക്ക് തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. ജോലി സ്ഥലത്തെ ഇവരുടെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുന്ന ശത്രുവിന്റെ പദ്ധതി യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർക്കപ്പെടട്ടെ. ഇവർക്ക് മുമ്പിൽ പുതുവഴികളെ തുറന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, കുടുംബജീവിതങ്ങളിൽ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ, ഭർത്താവ് സ്നേഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, മദ്യപിക്കുന്നു, ഉപദ്രവിക്കുന്നു, ഇപ്പോൾ ശൗലിനെ പോലെ ഒരു മാനസാന്തരം പൗലോസായി മാറുക യേശുവിൻ നാമത്തിൽ. ആ മദ്യപാനത്തിൻ്റെ കെട്ട് പൊട്ടിമാറുക. ഭർത്താവ് ഭവനത്തിലേക്ക് കടന്നു വരിക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഭാര്യ മടങ്ങി വരിക. യെസ്, ഡിവോഴ്സ് കേസുകൾ കോടതിക്ക് പുറത്ത് ഒത്തുതീർക്കപ്പെടുക യേശുവിൻ നാമത്തിൽ. ദൈവ സമക്ഷത്തിൽ അത് ഒത്തുതീർക്കപ്പെടുക. നീതിയുള്ള വിധികൾ ഉണ്ടാകുക. സിവിൽ ക്രിമിനൽ കേസുകളിൽ നീതിയുള്ള വിധികൾ ഉണ്ടാകുക. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക യേശുവിൻ നാമത്തിൽ. തലമുറകളെ കുറിച്ചോർത്ത് കരയുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ അവർ മാനസാന്തരപ്പെട്ട് ഭവനത്തിലേക്ക് വരിക. പുറത്തുപോയ തലമുറകൾ ഭവനത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് അകന്നുപോയവർ തിരികെ വരിക. അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. നല്ല ജോലികൾ ലഭിക്കട്ടെ. ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. പുനർവിവാഹങ്ങൾ നടക്കട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഉത്തരഫലങ്ങൾ ജനിക്കട്ടെ. യെസ്, ബാലാരിഷ്ടതകൾ മാറിപ്പോകട്ടെ. കുഞ്ഞിലെ രോഗികളായി തീർന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓടുവാൻ തക്കവണ്ണം അവരുടെ കാലുകളിൽ ബലമുണ്ടാകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ. നടക്കുന്നത് തന്നെ അസാധ്യമെന്ന് ഡോക്ടർമാർ പറഞ്ഞ് കേട്ട് ഭാരത്തോടെ ആയിരിക്കുന്ന മാതാവേ, നിന്റെ കുഞ്ഞ് ഓടുവാൻ പോകും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ഭവനങ്ങൾ പണിയപ്പെടട്ടെ. സ്തോത്രം. പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ. അതിനുവേണ്ടിയുള്ള നന്മകൾ കരങ്ങളിൽ വരട്ടെ. സ്തോത്രം. ആ നന്മ കടന്നു വരട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. അവകാശങ്ങൾ ലഭിക്കട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. താങ്ക് ഗോഡ്. പുതുവഴികൾ തുറക്കപ്പെടട്ടെ. ആമേൻ. നന്മയുടെ പുതുവഴികൾ തുറക്കപ്പെടട്ടെ. എല്ലാ ബാധ്യതകളും മാറട്ടെ. പലിശക്കടകൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സകല രോഗബന്ധനവും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. രോഗമുഖാന്തരമുള്ള വേദന, കടം വിട്ടുമാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സഭകൾ പണിയപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. ഈ ദിവസം ഇവർ കടന്നു പോകുന്നിടത്തൊക്കെയും ദൈവസാന്നിധ്യം കൂടിരുന്നു ഇവർക്ക് മുമ്പിൽ പ്രതികൂലമായി നിൽക്കുന്ന വെല്ലുവിളി ഉയർത്തുന്ന ശത്രുക്കളും ഇവർക്ക് അനുകൂലമായി നന്മയായി വരുത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.